അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാര് പോകുന്നത് സാധാരണ വണ്ടിയിലാണ്. ഞാൻ 5 കൊല്ലം മന്ത്രിയായിരുന്നതാ, എനിക്കറിയാം. ഞാൻ ഒരു ഇന്നോവ വണ്ടിയിലും ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കയറിയിട്ടില്ല. പക്ഷെ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇന്നോവയിലല്ലാതെ സഞ്ചരിക്കില്ല. 30 ലക്ഷം രൂപ വില വരുന്ന വണ്ടി വാങ്ങി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത ആളുകൾ 30 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങി യാത്ര ചെയ്യുന്നതിന്റെ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? കേരളത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ഡൽഹിയിൽ 29 എംപിമാരുണ്ട്. 29 എംപിമാരും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ കൂട്ടിയാൽ 30 ആളുണ്ട്. പോട്ടെ, ബാക്കിയുള്ള മന്ത്രിമാരെയും എംപിമാരെയും ഒന്നും വിശ്വാസമില്ല. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായിട്ട് മുന്നണിക്കാരായിട്ട് 6 പേരുണ്ട്. 5 പേര് രാജ്യസഭയിലുണ്ട്, ഒരാൾ ലോക്സഭയിലുണ്ട്. അവരാരും വിചാരിച്ചിട്ട് നടക്കാത്ത ഏത് കാര്യമാണ് കെ വി തോമസ് മാഷ് നേടിത്തന്നിട്ടുള്ളത് കേരളത്തിന്? അപ്പൊ ആ കെ വി തോമസ് മാഷോടാണോ നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും താല്പര്യം, അതോ കേരളത്തിലെ ആരോഗ്യ മേഖല സംരക്ഷിച്ച് നടത്തുന്ന ആശാ വർക്കർമാരോടാണോ? ക്ഷമയുടെ നെല്ലിപ്പടിയിൽ എത്തിയത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ, അതും രാവും പകലും വന്നിരിക്കാൻ. 2 മണിക്കൂർ നേരത്തെ സത്യാഗ്രഹമല്ല, രാവിലെ 10 മണിക്ക് കുളിച്ചൊരുങ്ങി വന്നിരുന്ന് ഉദ്ഘാടനം നടത്തി ഇറങ്ങി പോകുന്ന സമരമല്ല. പക്ഷേ ഇത് കാണാൻ മുഖ്യമന്ത്രിക്ക് കണ്ണുണ്ടാവണ്ടേ? അദ്ദേഹത്തിന് എന്താ ഇത്ര വലിയ വിരോധം സ്ത്രീകളോട്? ഇത്രയും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഒന്ന് വിളിച്ചുകൂടെ? 4 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധികളായിട്ട് 4 പേര് വന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ഇടിഞ്ഞു വീടില്ല. 4 പേരോട് സംസാരിക്കുക. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ. പരിമിതികൾ നിങ്ങളോട് സംസാരിക്കട്ടെ. തീരുമാനം എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനത്തിലെത്തട്ടെ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകള് നിങ്ങളാണോ, കേരളത്തിലെ സ്ത്രീകളാണോ, അതോ ഡൽഹിയില് കേരള ഹൗസിൽ ഉണ്ടുറങ്ങി താമസിക്കുന്ന കെ വി തോമസ് ആണോ? കെ വി തോമസിന് 11 ലക്ഷം രൂപ യാത്രാ ഭത്തയുടെ ഇനത്തിൽ കൊടുക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു. നിങ്ങൾ ഈ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങള് ഇവിടെ വരുന്നതിന് മുമ്പ് ആ തീരുമാനം എടുത്തിരുന്നു എന്നിരിക്കട്ടെ. ഞാൻ വേണമെങ്കിൽ വിചാരിക്കാം, എനിക്ക് വേണമെങ്കിൽ വിചാരിക്കാം, ശരി, അതൊരു തീരുമാനം എടുത്തു. ഇവിടെ നിങ്ങൾ സമരം ചെയ്യുന്നു, രാപ്പകൽ സമരം ചെയ്യുന്നു, കഞ്ഞി വെച്ച് കുടിച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോ ഡൽഹിയില് അവിടുത്തെ വലിയ വലിയ ആളുകളെ ഉച്ചഭക്ഷണം കൂട്ടി അവിടെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കുന്ന കെ വി തോമസ്, കേരളത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ ഡൽഹിയിൽ 29 എംപിമാരുണ്ട്. 29 എംപിമാരും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ കൂട്ടിയാൽ 30 ആളുണ്ട്. പോട്ടെ, ബാക്കിയുള്ള മന്ത്രിമാരെയും എംപിമാരെയും ഒന്നും വിശ്വാസമില്ല. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായിട്ട് മുന്നണിക്കാരായിട്ട് 6 പേരുണ്ട്. 5 പേര് രാജ്യസഭയിലുണ്ട്, ഒരാൾ ലോക്സഭയിലുണ്ട്. അവരാരും വിചാരിച്ചിട്ട് നടക്കാത്ത ഏത് കാര്യമാണ് കെ വി തോമസ് മാഷ് നേടിത്തന്നിട്ടുള്ളത് കേരളത്തിന്? അപ്പൊ ആ കെ വി തോമസ് മാഷോടാണോ നമ്മുടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും താല്പര്യം, അതോ കേരളത്തിലെ ആരോഗ്യ മേഖല സംരക്ഷിച്ച് നടത്തുന്ന ആശാ വർക്കർമാരോടാണോ? ഇതാണ് മുഖ്യമന്ത്രി ആദ്യം ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ആശാ വർക്കർമാര് സമരത്തിനിരിക്കുന്ന ഈ ഘട്ടത്തിൽ കെ വി തോമസിന്റെ യാത്രാഭത്ത വർദ്ധിപ്പിച്ചു എന്നുള്ള തീരുമാനം എടുക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയും അകത്തിരിക്കുന്ന ആളുകൾക്ക് ഇല്ലാതിരിക്കുമ്പോഴേ പറ്റുള്ളൂ. എറണാകുളത്ത് നടക്കുകയായിരുന്നു. നിതിൻ ഗഡ്കരി കേരളത്തിലെ ഗതാഗത മേഖല വികസിപ്പിക്കാൻ വേണ്ടി പുതിയ റോഡുകൾ ഉൾപ്പെടെ 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. കെ വി തോമസ് മാഷ് പോയിട്ട് ചോദിച്ചിട്ടാണോ കിട്ടിയത്? അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്, കെ വി തോമസിനോടാണോ സർക്കാരിന് താല്പര്യം, അതോ ആശാ വർക്കർമാരോടാണോ? ആരോടാണ് മുൻഗണന? ആർക്കാണ് മുൻഗണന? അതാണ് തീരുമാനിക്കേണ്ടത്. ഇന്നിവിടെ വന്ന പല നേതാക്കന്മാരും പറഞ്ഞു മുഖ്യമന്ത്രി ഒന്ന് മുൻകൈ എടുക്കണം. മുഖ്യമന്ത്രി മുൻകൈ എടുത്താൽ
ഒന്നുമില്ലെങ്കിൽ ആശാവർക്ക് നിങ്ങൾ ഇത്രയും ദിവസം 13 ദിവസം ഇവിടെ വന്നിരുന്നിട്ട് ഒരാളെ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഒരാളെ അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ വലിയ അപമാനം വേറെ എന്താ? ഏറ്റവും ചുരുങ്ങിയത് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണ്ടേ? അതല്ലേ ഭരണാധികാരികളുടെ ചുമതല. അതുകൊണ്ട് ആശാ വർക്കർമാർക്ക് കിട്ടുന്ന ഓണറേറിയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 30 ചുമതലകൾ. ഓരോ ആശാ വർക്കറും അവരവരുടെ മേഖലയിൽ ചെയ്യേണ്ട 30 ചുമതലകൾ. ആ 30 ചുമതലകൾ നിറവേറ്റാൻ അത് ഏൽപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ സംവിധാനമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനില്ലേ? ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു, സിക്കിമിൽ. അവിടുത്തെ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന, കാരണം ഇവിടെ സമരം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ അവിടെ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എത്രയാ കിട്ടുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് 10,000 രൂപയാണ് ഓണറേറിയം. 10,000 രൂപയാണ് ഓണറേറിയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ചെറിയ സംസ്ഥാനമാണ്. സിക്കിം വലിയ സംസ്ഥാനമൊന്നുമല്ല. സാമ്പത്തിക മേഖല, സാമ്പത്തിക ഭദ്രത കേരളത്തെക്കാൾ ഗതികേടിലാണ് അവരുടെ കാര്യം. പക്ഷേ അവരവിടുത്തെ ആശാ വർക്കർമാർക്ക് 10,000 രൂപ കൊടുക്കുന്നു. കേരളത്തിലാണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്ന് പറയുന്ന ആളുകള് ഇത് ആരോടാണ് ഇതൊക്കെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുന്നത്? പാർലമെന്റിലെ ഉത്തരമെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിൽ മോശമില്ലാത്ത, ഇതിനേക്കാൾ മെച്ചപ്പെടണം, പക്ഷേ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള തുക അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക തരുന്ന ആന്ധ്രാപ്രദേശുകാർ 10,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിന് ഇതൊന്നും കൊടുക്കാൻ കഴിവില്ല എന്ന് ഒരു വശത്ത് പറയുമ്പോ, നമ്മുടെ ഈ ബജറ്റില് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 100 കോടി വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവാക്കി വെച്ചിട്ടുണ്ട്. എന്ത് വണ്ടി? 100 കോടി രൂപ. ഇവിടെ ചോദിക്കുന്നത് 1000 രൂപയുടെ കാര്യമാണ്, അല്ലെ 2000 രൂപയുടെ കാര്യമാണ്. അവിടെ 100 കോടി. കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമ പ്രവർത്തകൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞു കേട്ടു, അദ്ദേഹം ഡൽഹി പോയിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാര് പോകുന്നത് സാധാരണ വണ്ടിയിലാണ്. ഞാൻ 5 കൊല്ലം മന്ത്രിയായിരുന്നതാ, എനിക്കറിയാം. ഞാൻ ഒരു ഇന്നോവ വണ്ടിയിലും ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കയറിയിട്ടില്ല. പക്ഷെ കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇന്നോവയിലല്ലാതെ സഞ്ചരിക്കില്ല. 30 ലക്ഷം രൂപ വില വരുന്ന വണ്ടി വാങ്ങി ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത ആളുകൾ 30 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങി യാത്ര ചെയ്യുന്നതിന്റെ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത്? അപ്പൊ ഈ നമ്മള് ബുദ്ധിമുട്ടിലാണ്, വിഷമത്തിലാണ് എന്ന് നമ്മളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോ, ഞാൻ തന്നെ ഇന്നോവ വണ്ടിയില് നിങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ സർക്കാരിൽ ഉണ്ടാവുമ്പോ എന്റെ വീട്ടിൽ നിന്നുള്ള വണ്ടിയല്ല, നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതി പണം, ആ നികുതി പണത്തിൽ നിന്ന് 100 കോടി മാറ്റിവെക്കാനുണ്ട്. ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ, ഓണറേറിയം വർദ്ധിപ്പിക്കാനില്ല. ഇല്ല എന്ന് മാത്രമല്ല, സംസാരിക്കാൻ പോലും സന്നദ്ധരല്ല. അതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഡൽഹിയിൽ വന്നപ്പോ ഒരു മന്ത്രിയും നിങ്ങളെ കാണില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് സ്മൃതി ഇറാനി തൊട്ട് കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞങ്ങളാരും നിങ്ങൾ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അവിടെ വന്നപ്പോഴും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പറയാമായിരുന്നു ഡൽഹിയിൽ വന്നിട്ട് സമരം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. അവിടെ സംസാരിച്ച ചില ആളുകൾ പറഞ്ഞത് ആശാ വർക്കർമാരെ ചൂഷണം ചെയ്യുന്നു എന്നാണ്. ഇവിടെ ഇപ്പൊ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സമരത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. അദ്ദേഹം ആശാ വർക്കർമാരുടെ പ്രതിനിധികളെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ, ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവണം, സന്നദ്ധനാകണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം. അതിന് ആ കാര്യമാണ് എനിക്ക് ഇവിടെ ഒരിക്കൽ കൂടി ഈ സമരത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ ഇടപെടൽ നടത്താൻ ഉൾപ്പെടെ തയ്യാറാണ്.